യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശവും ലോകത്തിനുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വ്യാപാര യുദ്ധവും ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ശാക്തിക സഖ്യങ്ങളെയും അച്ചുതണ്ടുകളെയും നിർണയിച്ചു കഴിഞ്ഞു. അതിലൊരു ചേരിയുടെ നിർണായക വേദിയാണ് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗ്. ആ വേദിയിൽ അരങ്ങേറുന്ന രംഗങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം കാണാൻ. ആഗോള രാഷ്ട്രീയ നാടകത്തിൻ്റെ അന്ത്യരംഗം എന്തു തന്നെയായാലും അതിലെ കഥാപാത്രങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അതിൽ ഏറെ അപ്രതീക്ഷിതമായൊരു അരങ്ങേറ്റവും ബെയ്ജിങ്ങിലുണ്ടായി. ഉത്തര കൊറിയയുടെ സർവാധികാരിയായ കിം ജോങ് ഉന്നിൻ്റെ മകൾ കിം ജുവയുടെ ആദ്യ അന്താരാഷ്ട്ര അരങ്ങേറ്റം. വിക്ടറി ഡേ പരേഡിൻ്റെ തലേന്ന് ചലിക്കും കോട്ടയെന്ന് വിളിപ്പേരുള്ള കിം കുടുംബത്തിൻ്റെ സ്വന്തം കവചിത തീവണ്ടിയായ ടയാങ് ഹോ ബെയ്ജിങ്ങിൽ വന്നു നിന്നു. അതിൽ നിന്നും കിം ജോങ് ഉൻ പുറത്തിറങ്ങിയപ്പോൾ അയാൾക്ക് പിന്നിലായ ഒരു പെൺകുട്ടിയും ചൈനീസ് മണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. കിം ജോങ് ഉന്നിൻ്റെ മകൾ കിം ജുവെ. ചൈനയും റഷ്യയുമാണ് ഉത്തര കൊറിയയുടെ ഏറ്റവും വലിയ പിന്തുണ. ബെയ്ജിങ്ങിലെ വിക്ടറി ഡേ സംഗമം ചൈനീസ് റഷ്യൻ ഉത്തര കൊറിയൻ സൗഹൃദത്തിൻ്റെ പ്രദർശനം കൂടിയായിരുന്നു. ചൈനീസ് സർവാധിപതി ഷീ ജിൻപിങ്ങും റഷ്യയുടെ നേതാവ് വ്ളാദിമിർ പുടിനുമുള്ള വേദിയിലേക്ക് തൻ്റെ മകളെ കൊണ്ടുവന്നതിലൂടെ കിം ജോങ് ഉൻ ലോകത്തോട് പറയാതെ പറഞ്ഞു, ഇതാ ഇവളാണ് എൻ്റെ പിൻഗാമി. ഉത്തര കൊറിയയുടെ അധികാരം കൈയാളാൻ കിം കുടുംബത്തിൽ പിറന്നവൾ ഇവളാകുന്നു എന്ന്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നിസ് റോഡ്മനാണ് കിം ജോങ് ഉന്നിന് കിം ജുവെ എന്നൊരു കുഞ്ഞുണ്ട് എന്ന് ആദ്യമായി ലോകത്തോട് പറയുന്നത്. 2013 ഉത്തര കൊറിയ സന്ദർശന വേളയിൽ കിം ജോങ് ഉന്നിനും ഭാര്യ റിസോൾ ജുവിനുമൊപ്പം സമയം ചെലവഴിച്ചുവെന്നും കിം ജുവെ എന്ന അവരുടെ കുഞ്ഞിനെ താൻ എടുത്തുവെന്നും ദ ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ ഡെന്നിസ് റോഡ്മൻ പറഞ്ഞപ്പോഴാണ് കിം ജുവെ എന്ന പേര് ലോകം കേൾക്കുന്നത്. ഇപ്പോൾ 13 വയസ്സാണ് കിം ജുവെയ്ക്കെന്നാണ് നിഗമനം. പക്ഷേ അവളുടെ പേര് അതുതന്നെയോ എന്ന കാര്യത്തിൽ ഉത്തര കൊറിയയിൽ നിന്ന് സ്ഥിരീകരണമില്ല. റോഡ്മൻ പറഞ്ഞ പേര് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പതിഞ്ഞുപോയി എന്ന് മാത്രം. 2022 നവംബറിലായിരുന്നു ജുവെ ഉത്തര കൊറിയയിൽ ആദ്യമായി പൊതുവേദിയിലെത്തുന്നത്. ഹ്വാസോങ് 17 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ ലോഞ്ചിങ്ങിലാണ് പിതാവിനൊപ്പം കിം ജുവെ എത്തിയത്. പിന്നീട് അങ്ങോട്ട് സൈനിക പരേഡുകളിലും ആയുധ പ്രദർശനങ്ങളിലും ജുവെ സ്ഥിര സാന്നിധ്യമായി. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകതയുള്ള ഭരണകൂടത്തിൻ്റെ അധികാര തുടർച്ച കിം ജുവെയാണെന്ന കൃത്യമായ സന്ദേശമാണ് ബെയ്ജിങ്ങിലെ നാടകീയമായ അരങ്ങേറ്റത്തിലൂടെ കിം കുടുംബം നൽകിയത്. അതിനുമപ്പുറം കിം കുടുംബം എങ്ങനെ ഉത്തര കൊറിയയിൽ അധികാരം നിലനിർത്തുന്നുവെന്ന ലോകത്തിൻ്റെ ചിന്താഭാരത്തെ അധികരിപ്പിക്കുക കൂടി ചെയ്യുന്നു കിം ജുവെ എന്ന അനാവൃത നിഗൂഢത.